സങ്കീർത്തനങ്ങൾ 118:13, യെശയ്യാവ് 41:10. നിങ്ങളുടെ ശ്രദ്ധിക്കാൻ ഞാൻ വായിക്കട്ടെ. സങ്കീർത്തനം 118:13 ഇങ്ങനെ പറയുന്നു: ഞാൻ വീഴുവാൻ തക്കവണ്ണം നീ എന്നെ തള്ളി, എങ്കിലും യഹോവേ എന്നെ സഹായിച്ചു. യെശയ്യാവ് 41:10, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. കേൾപ്പിച്ച വചനത്തിന് മുൻപിൽ നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. ആമേൻ. യേശുവേ, നന്ദിയുടെ സ്തുതിക്കുന്ന സ്തോത്രം ഞാൻ കർത്താവേ. വചനം പറയുന്നത് പോലെ ആമേൻ കർത്താവേ, വീഴുവാൻ തക്കവണ്ണം തള്ളിയെങ്കിലും കർത്താവേ, കഴിഞ്ഞ നാളുകളെല്ലാം കർത്താവേ അങ്ങ് ഞങ്ങളെ കാത്തു പരിപാലിച്ചു. യേശുവേ, പലയിടങ്ങളിലും പതിയിരുന്ന കെണികളിലും കർത്താവേ, പലവിധമായി വീണു പോകേണ്ട സാഹചര്യങ്ങളും കർത്താവേ, അപ്പോൾ അങ്ങ് ഞങ്ങൾ പരിപാലിച്ചു. ഇത്രത്തോളം നിർത്തി ഞങ്ങൾ ബലപ്പെടുത്തി, ആത്മാവിനെ ബലപ്പെടുത്തി, ശരീരത്തെ ബലപ്പെടുത്തി, വീണ്ടും ഊർജം പകർന്നു. ആമേൻ. യേശുവേ, ഇന്നിങ്ങനെ കാണുന്ന വിധത്തിൽ ഞങ്ങളെ കൊണ്ടുവന്നതിനായി സ്തോത്രം, ഇങ്ങനെ കൂട്ടിവരുത്തിയതിനായി സ്തോത്രം. നന്ദിയുടെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവേ. സങ്കീർത്തനങ്ങൾ 118:13, ഞാൻ വീഴുവാൻ തക്കവണ്ണം നീ എന്നെ തള്ളി, എങ്കിലും യഹോവ എന്നെ സഹായിച്ചു. ഹല്ലേലൂയ. തള്ളി, വീണു. ഹല്ലേലൂയ. ഇങ്ങനെ പറയുമ്പോൾ കഴിഞ്ഞ ആഴ്ചയ്ക്ക് മുൻപിലത്തെ ആഴ്ച ഞാനൊരു വലിയ വീഴ്ചയിൽ നിന്നാണ് കടന്നു വന്നത്. ഹല്ലേലൂയ. ഒരു നില പൊക്കമുള്ള ബിൽഡിങ്ങിൻ്റെ ഹൈറ്റുള്ള ഒരു ഹൈറ്റിൽ നിന്ന് ഞാൻ താഴേക്ക് വീഴുകയുണ്ടായി. ഹല്ലേലൂയ. ആരോ പിന്നിൽ നിന്ന് തള്ളുന്നത് പോലെ ചുമ്മാ നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് ആരോ പിന്നിൽ നിന്ന് തള്ളുന്നത് പോലെ ഒരു തള്ളൽ. ആ തള്ളലിൽ വീഴ്ചയുടെ ആഘാതം. ഹല്ലേലൂയ. ഒന്ന് പറയട്ടെ, കൈ ചെന്നിടിച്ചു, കാല് ചെന്നിടിച്ചു, പക്ഷേ അവിടെ ആരോ എന്നെ കരുതി, അവിടെ ആരോ എന്നെ താങ്ങി. ഹല്ലേലൂയ. കണ്ടവർ പറഞ്ഞു കാലൊടിഞ്ഞു കാണും, കേട്ടവർ പറഞ്ഞു ഹല്ലേലൂയ കയ്യോ കാലോ ഒടിഞ്ഞു കാണും, മുറിവുണ്ടായി കാണും. ഹല്ലേലൂയ. ഒന്ന് പോയട്ടെ, ഒരു പോറൽ പോലും സംഭവിക്കാതെ കർത്താവ് എന്നെ കാത്തു. അതെ, പിശാചിൽ നിന്ന് വരുന്ന കഷ്ടതയും യേശുവിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ യേശുവിൽ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹവും. ഹല്ലേലൂയ. പിശാച് ഞങ്ങൾ കഷ്ടത തള്ളിക്കൊണ്ടേയിരിക്കുന്നു, അല്ലെങ്കിൽ വീഴ്ത്തിക്കൊണ്ടേയിരിക്കുന്നു, തള്ളിക്കൊണ്ടേയിരിക്കുന്നു. ഹല്ലേലൂയ. പിശാച് കഷ്ടത തന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കർത്താവ് നമ്മെ കാത്തു പരിപാലിച്ചു കൊണ്ടേയിരിക്കുന്നു അനർത്ഥങ്ങളിൽ നിന്നും. ഹല്ലേലൂയ. അതെ, കഷ്ടതയിൽ നിന്നും വേദനയിൽ നിന്നുമൊക്കെയും നമ്മുടെ അപ്പൻ നമ്മെ കാത്തു പരിപാലിക്കുന്നു. ഹല്ലേലൂയ. ലൂക്കോസ് സുവിശേഷം അതിന് 8-ാം അധ്യായം 26-27 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുവാൻ സാധിക്കുന്നു. ഹല്ലേലൂയ. ഗലീലയ്ക്ക് നേരെയുള്ള ഹല്ലേലൂയ ഗെരസേന്യ ദേശത്ത് ഹല്ലേലൂയ അത് യേശുവും തൻ്റെ ശിഷ്യന്മാരും അണഞ്ഞു. ഹല്ലേലൂയ. അവിടെ ഒരു വ്യക്തിയെ കാണുവാൻ സാധിക്കുന്നു. ബഹുകാലങ്ങളായി നാളുകളായി ഭൂതം ബാധിച്ച് ഹല്ലേലൂയ തൻ്റെ ശരീരം പോലും മുറിവേൽപ്പിക്കുന്ന, കല്ലറകളിൽ ഉറങ്ങുന്ന ഹല്ലേലൂയ ഭൂതം ബാധിച്ച ഹല്ലേലൂയ 1-2 ലഗിയോൻ, അതെ ലഗിയോൻ ബാധിച്ച ഒരു വ്യക്തി. ഹല്ലേലൂയ. അവന് തന്നെ അറിയില്ല എങ്ങനെ പെരുമാറണമെന്നറിയില്ല. അവൻ്റെ വാസം കല്ലറകളിലായിരുന്നു, അവൻ്റെ ഉറക്കം കല്ലറകളിലായിരുന്നു. അവന് വീടറിയില്ല, അവന് നാട്ടുകാരെ അറിയില്ല. അവൻ്റെ അടുക്കിലേക്ക് വരുന്നവരെയൊക്കെയും ഉപദ്രവിക്കുവാൻ തക്കവണ്ണം അവൻ തന്നെ വേദനിപ്പിക്കുന്നത് മാത്രമല്ല, അവൻ്റെ അടുക്കിലേക്ക് വരുന്നവരെയും അവൻ ഉപദ്രവിക്കുമായിരുന്നു. അവനെ കെട്ടിയിട്ടാൽ കിടക്കത്തില്ല. ഹല്ലേലൂയ. അവനെ ചങ്ങല കൊണ്ട് ബന്ധിച്ചാൽ അവൻ ആ ചങ്ങലകൾ പോലും പൊട്ടിച്ച് പുറത്തു വരുന്ന പ്രതികരണം. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, പിശാച് ബാധിച്ചവന്റെ അവസ്ഥയാ. ഹല്ലേലൂയ. ആ ദേശത്തേക്ക് യേശുവും തൻ്റെ ശിഷ്യന്മാരും കടന്നു വന്നപ്പോൾ തന്നെ, യേശു ആ ദേശത്ത് കാൽ ചവിട്ടിയപ്പോൾ തന്നെ ഹല്ലേലൂയ കടന്നു വരുന്നു എന്ന് പറയുമ്പോൾ അതാ ആ ശിഷ്യന്മാരും യേശുവും കൂടി ആ പടകിൽ കടന്നു വരുമ്പോൾ ഒരു പ്രതികൂലം അവിടെയും ഉണ്ടാകുന്നു. ഹല്ലേലൂയ. വരുന്ന വഴിയിൽ ഹല്ലേലൂയ കാറ്റും ഹല്ലേലൂയ ആ വള്ളം മുങ്ങുവാറോളം കടലും ഹല്ലേലൂയ ഇളകി മറിയുന്ന അവസ്ഥ. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, പ്രതികൂലങ്ങൾ പിശാച് വിതയ്ക്കുന്നത്. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മളുമൊക്കെ ഇങ്ങനെയൊക്കെ ഒരു കഷ്ടതയിൽ കൂടെ കടന്നു വരാറില്ലേ? നമുക്ക് മുൻപിലും കാറ്റടിക്കുന്നുണ്ട്, പലപ്പോഴും മുങ്ങിപ്പോകുന്ന അവസ്ഥകളിലേക്ക് എത്തിപ്പോയിട്ടുണ്ട്. ജീവിതം പോലും അവസാനിപ്പിക്കുന്ന നിമിഷങ്ങളിലേക്ക് നമ്മൾ കടന്നു പോയിട്ടുണ്ട്. ഹല്ലേലൂയ. എന്തിനാണ് ഇങ്ങനെ ഒരു ജീവിതം? എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത്? ഞാൻ എന്തൊക്കെ ആയിപ്പോയി, എനിക്കിനി കഴിയത്തില്ല, ഞാൻ വെറുത്തുപോയി. ചില സമയങ്ങളിൽ നമ്മൾ തന്നെ പ്രവർത്തിക്കുന്ന അവസ്ഥ, എങ്ങനെ പ്രവർത്തിക്കണമെന്നറിയാതെ, എന്ത് ചിന്തിക്കണമെന്നറിയാതെ, എന്ത് സംസാരിക്കണമെന്നറിയാതെ നാവിനെ പോലും അവൻ കരങ്ങളിലെടുത്ത് ചില സമയങ്ങളിൽ നാവിനെ പോലും ആ പിശാച് അവകാശം വെച്ച്
കരങ്ങളിലെടുത്ത് നീ പറയാൻ പാടില്ലാത്ത വാക്കുകൾ, നീ ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത വാക്കുകൾ നിന്റെ നാവിൽ കൂടെ പോലും പുറത്തു വരുന്നുണ്ടെങ്കിൽ ഊറതലക്ഷാര ദീപൽ കടകരസി. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. കാറ്റടിച്ചു, അലയടിച്ചു, വള്ളം മുങ്ങുമാറായി. ഹല്ലേലൂയ. ഒപ്പമുണ്ടായിരുന്നവർ ഭയപ്പെട്ടു, തൻ്റെ ശിഷ്യന്മാർ ഭയപ്പെട്ടു. ഹല്ലേലൂയ. യേശുവിനെ വിളിച്ചു. യേശുവേ, നമുക്കൊന്ന് വിളിച്ചു നോക്കാം. യേശുവേ, എൻ്റെ ഈ അവസ്ഥ കാണുന്നില്ലേ? ഒന്ന് ചോദിച്ചു നോക്കിയേ. യേശുവേ, ഞാൻ കരയുന്നത് നീ കാണുന്നില്ലേ? യേശുവേ, എൻ്റെ കഷ്ടത നീ കാണുന്നില്ലേ? അതേ പ്രിയരെ, യേശു ഉറങ്ങുകയായിരുന്നു. ആ വിളി കേട്ടപ്പോൾ, കാണുന്നില്ലേ എന്ന ചോദ്യം കേട്ടപ്പോൾ അവൻ ഉണർന്നു. ആ കാറ്റിനെയും കടലിനെയും അവൻ ശ്വാസിച്ചു. അങ്ങനെയെങ്കിൽ നിനക്ക് പ്രതികൂലമായിരിക്കുന്നതിനൊക്കെയും ദീപൽ കടകരസി വിരോധമായി നിൽക്കുന്നതൊക്കെയും നിന്റെ മുൻപിൽ അടങ്ങുക തന്നെ ചെയ്യും. അതെ, അത് കഴിഞ്ഞാൽ കടന്നു പോകുന്നേ. ആ ഗെനസരത്ത് ദേശത്ത് കടന്നു പോകുമ്പോൾ ഭൂതം ബാധിച്ച് ബോധം പോലുമില്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്ന, തന്നെ പോലും തിരിച്ചറിയുവാൻ കഴിയാതെ, വീടും മറന്ന്, നാടും മറന്ന്, ദേശവും മറന്ന്, ദേശക്കാരും മറന്ന്, ഹല്ലേലൂയ, എല്ലാവരും തള്ളപ്പെട്ടു, എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടു. ഇനി ഇവനെ പിടിച്ചു കെട്ടിയിട്ട് കാര്യമില്ല. ആ ഭൂതം ബാധിച്ചവനെ പിടിച്ചു കെട്ടിയിട്ട് കാര്യമില്ല. ആ പിശാച് ബാധിച്ചവനെ പിടിച്ചു കെട്ടിയിട്ട് കാര്യമില്ല. അവൻ ലോകത്തെ പോലും ഒരു രക്ഷയുമില്ലാന്നേ, കെട്ടിയിട്ടാലും നിൽക്കത്തില്ല. അങ്ങനെ ഉള്ളവനാ യേശു കടന്നു ചെന്നപ്പോൾ ആ തടാകത്തിൽ നിന്നും, ഹല്ലേലൂയ, ആ പടകിൽ നിന്നും ആ കാല ഭൂമിയിലേക്ക് വച്ചപ്പോഴേക്കും അവനെ ബാധിച്ചെന്നവർ നിലവിളിക്കുവാൻ തുടങ്ങി. ആ പിശാച് ബാധിച്ചിരുന്നവൻ, അവൻ്റെ ഉള്ളിൽ കിടന്ന പിശാച് വിളിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. ആ പിശാചിനെ പോലും ശാസിച്ച് പുറത്താക്കുവാൻ കഴിഞ്ഞെങ്കിൽ നിന്റെ അവസ്ഥയ്ക്കും യേശുവിന് മാറ്റുവാൻ കഴിയും. നമ്മുടെ അവസ്ഥയും യേശുവിന് മാറ്റുവാൻ കഴിയും. പിന്നത്തേൽ അവൻ അനുഗ്രഹമാണ് കാണുന്നേ. ആ പിശാചുമാരെ പോലെ അനുഗ്രഹമാണ് കാണുന്നേ. വീടും നാടും വെറുത്തവനാ, നാട്ടുകാർ വിട്ടുകളഞ്ഞവനാ, ചങ്ങല കൊണ്ട് ബന്ധിച്ചവനാ. ഇനി അവൻ ആ ചങ്ങല വേണ്ട. ഇനി അവന് തള്ളിപ്പറച്ചിലില്ല, ഇനി അവന് തള്ളുവാക്കില്ല. അവനൊരു അനുഗ്രഹമായി തീർന്നു ആ ദേശത്ത്. ദീപൽ കടകര ബൗഡത്താര പിശാച് അനുഗ്രഹങ്ങളെ കെട്ടിവെച്ചുവെങ്കിൽ യേശു തൊട്ടപ്പോൾ അവന് അനുഗ്രഹമായി തീരുക. അവൻ്റെ വീട്ടിലേക്ക് അവനെ പറഞ്ഞയക്കുക. ഹല്ലേലൂയ. അവൻ്റെ ആ ദേശത്തെങ്ങും യേശുവിനെ കുറിച്ച്, ഹല്ലേലൂയ, വാതോരാതെ പറഞ്ഞിട്ടും തീരുന്നില്ല. അവന് എത്ര പറഞ്ഞാലും മതി വരികയില്ല. ഹല്ലേലൂയ. അവനെ കണ്ടവർക്കൊക്കെയും ഒരു അത്ഭുതമായി. ഹല്ലേലൂയ. കല്ലറകളിൽ ഉറങ്ങിയവനാ, ശവക്കുഴിയിൽ കിടന്നവനാ, അവൻ്റെ അടുക്കിലേക്ക് വരുന്നവരെ കല്ലെറിഞ്ഞവനാ. അവനാ വസ്ത്രം ധരിച്ചേ, വസ്ത്രമില്ലാതെ സ്വബോധമില്ലാതെ നടന്നവനാ. അവൻ വസ്ത്രം ധരിച്ചു സ്വബോധം പൂണ്ടു എന്നാ പറയുന്നേ. അവൻ വീട്ടിലേക്ക് കറങ്ങി ചെല്ലുമ്പോൾ അവൻ്റെ വീട്ടുകാർ അവനെ ചേർക്കുന്ന ഒരു രംഗം ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മുടെ കർത്താവ് എത്ര വലിയവനാ, എത്ര വലിയ അത്ഭുതമാ ചെയ്തേ, എത്ര വലിയ കാര്യമാ ചെയ്തേ. ഇല്ലായ്മയെ കിടന്നേ നഷ്ടമായി പോകേണ്ടവനെ വീണ്ടെടുത്ത് ആ ദേശത്തിനും അവൻ്റെ ഭവനത്തിനും അനുഗ്രഹമാക്കി തീർത്തുവെങ്കിൽ നമ്മുടെ കർത്താവിന് നമ്മളിൽ എന്തുമാത്രം ചെയ്യുവാൻ കഴിയും, നമ്മളിൽ എന്തുമാത്രം അത്ഭുതങ്ങളെ ചെയ്യുവാൻ കഴിയും, നമ്മളിൽ എന്തുമാത്രം അടയാളങ്ങളെ ചെയ്യുവാൻ കഴിയും. എന്നെയും ഒരു അനുഗ്രഹമാക്കി തീർത്തുവെങ്കിൽ പ്രിയരെ, നിങ്ങളെയും ഒരു അനുഗ്രഹപാത്രമായി തീർക്കുവാൻ എൻ്റെ അപ്പന് കഴിയും. നിങ്ങളും ഒരു അനുഗ്രഹമാ, യേശുവിൽ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹമാ. ചില കഷ്ടതകൾ കൊണ്ട് പൊറുതിമുട്ടുമ്പോൾ പിശാചിൽ നിന്ന് വരുന്ന പേടിപ്പിക്കുന്നത് കാണണ്ട. പിശാച് പേടിപ്പിക്കും, ഭയപ്പെടുത്തും, അവൻ നീറിക്കും. ഹല്ലേലൂയ. നമ്മുടെ യേശു നീറിക്കയില്ല. നമ്മുടെ യേശു സ്നേഹം നെഞ്ചോട് ചേർക്കുമെന്നേ. ഒന്ന് ചിന്തിച്ചേ, നമ്മുടെ അപ്പ എത്ര വലിയവനാ, എത്ര അത്ഭുതങ്ങൾ ചെയ്യുവനാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിശാചിന്റെ കഷ്ടത പലതാ. ഹല്ലേലൂയ. യോബ് കിടന്നത് പിശാചിന്റെ കഷ്ടതയ്ക്കകത്താ.
സർവ്വവും നഷ്ടപ്പെട്ടെന്നാണ് പറയുന്നേ. അവൻ ഉണ്ടായിരുന്നതൊക്കെയും, മക്കൾ നഷ്ടപ്പെട്ടു, ഹല്ലേലൂയ, ദേഹം മൊത്തം വ്രണം ബാധിച്ചു. പിശാചിൻ്റെ ഉപദ്രവങ്ങൾ അങ്ങനെയൊക്കെയാ. ദേഹം മൊത്തം വ്രണം ബാധിച്ചു. ഭാര്യ പറയുക, നീ ആ ദൈവത്തെ തള്ളിപ്പറ. ചില പിശാച് ഇങ്ങനെ തന്നെ പറയുന്നത്, നീ ഒന്ന് തള്ളിപ്പറ, നീ പറഞ്ഞിട്ട് നീ എൻ്റെ അടുത്ത് വാ. മാടി വിളിക്കും. ഓ ശാസ്യാര ദീപൽക്കടകരസി. പ്രിയരെ, തള്ളി പറയാത്തത് കൊണ്ട് ആ യേശുവിൽ വിശ്വസിച്ച് അവൻ നീതിയോടെ നിന്നത് കൊണ്ട്, ഓ റതലക്ഷാര, ആരൊക്കെ പറഞ്ഞു, അവൻ്റെ കൂട്ടുകാർ പറഞ്ഞു, അവൻ്റെ ഭാര്യ പറഞ്ഞു, ലോകക്കാർ പറഞ്ഞു, മതി, നിന്റെ വിശ്വാസം നിനക്ക് പോയി, ഇത്രത്തോളം നീ വിശ്വസിച്ചിട്ടും നിനക്ക് എന്ത് ലഭിക്കുന്നു? നീ കഷ്ടതയിലല്ലേ കിടക്കുന്നേ. അല്പകാലം പിശാച് പരീക്ഷിച്ചതാ, പക്ഷേ പിന്നത്തേതിൽ അവൻ അനുഗ്രഹം പ്രാപിച്ചെങ്കിൽ ഒന്നും രണ്ടുമല്ല, ഇരട്ടിയായാ കിട്ടിയേ. അവൻ്റെ അനുഗ്രഹം കണ്ട്, ഓ അവൻ്റെ സുഹൃത്തുക്കൾ പോലും ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നിനക്ക് ലഭിക്കുന്ന അനുഗ്രഹത്തെ കണ്ട് നിന്നെ തള്ളി പറഞ്ഞവർ, നിന്നെ ഉപേക്ഷിച്ചു പോയവർ, ഓ റതലക്ഷാര ദീപൽക്കഴകസി ബൗഡക്ഷാര, മൂക്കത്ത് വിരൽ വെച്ച് നിന്നവരാ, അവസ്ഥയെ കണ്ട് താടിക്ക് കൈ കൊടുത്തവരാ, വിഷമം ബാധിച്ചതുപോലെ, വിഷാദം ബാധിച്ചതുപോലെ നിന്റെ അടുക്കൽ വന്ന് കരഞ്ഞവരാ. ഓ റതലക്ഷാര, ഇരട്ടിയായി ലഭിക്കുന്നത് കണ്ടപ്പോൾ തള്ളിപ്പറയാത്ത ഇയ്യോബ് മരിനകത്തോണ്ട് കഷ്ടത വന്നിട്ടും, ഓ റതലക്ഷാര, നഷ്ടം വന്നിട്ടും തള്ളിപ്പറയാത്ത ഇയ്യോബുമാർ ഇതിനകത്തുണ്ട്. ആ ഇയ്യോബുമാരെ ഓർത്ത് ഞാൻ സ്തുതിക്കുന്നു. ഇന്ന് നീ അനുഭവിക്കുന്ന കഷ്ടം, ഇന്ന് നീ പിശാചിന്റെ കൈക്കകത്തിരിക്കുന്നുവെങ്കിൽ നാളെ നീ ഒരു അനുഗ്രഹമായി മാറുവാൻ പോകുക. നീ കാണുവാൻ പോകുക. എന്തൊക്കെ അവൻ കവർന്നെടുത്ത് കൊണ്ടുപോയോ, എന്തൊക്കെ അവൻ നഷ്ടമാക്കി കളഞ്ഞോ, അതിനെയൊക്കെ ഇരട്ടിയായി, ഓ റതലക്ഷാര, നീ കണ്ടിട്ടേ പോകത്തുള്ളൂ. നിന്റെ കയ്യിൽ തരാതിരിക്കയില്ല. നമ്മുടെ ദൈവം നീതിമാനാ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യെശയ്യാ പറഞ്ഞേ, നീ ഭയപ്പെടേണ്ട, നീ ഭ്രമിച്ചു നോക്കേണ്ട. നിന്നെ പിടിച്ചു വച്ചിരുന്നാലും, ഹല്ലേലൂയ, ഇന്നത്തെ സങ്കടത്തെ ഓർത്ത് നീ ഭയപ്പെടേണ്ട. ഇന്നത്തെ കഷ്ടതയോർത്ത് നീ ഭയപ്പെടേണ്ട. നീ ഭ്രമിച്ച് എല്ലാം നഷ്ടമായി പോയി എന്നോർത്ത് കരയേണ്ട. അല്പകാലം മാത്രമേ അവന് നിന്നെ അടക്കി വയ്ക്കുവാൻ കഴിയുകയുള്ളൂ. അല്പകാലം. ഹല്ലേലൂയ. ഒരു ഷോർട്ട് ടൈമാ. ആ ദൈവത്തെ നിനക്ക് തിരിച്ചറിയുവാൻ, ആ യേശുവിനെ രുചിച്ചറിയുവാൻ ഒരു ഷോർട്ട് ടൈം. നന്നായി രുചിച്ചറിഞ്ഞോ, നമ്മുടെ യേശു വലിയവനാ. അവൻ അങ്ങനെ ഒന്നും മറന്നു കളയുന്നവനല്ല. കരഞ്ഞിട്ടുണ്ടെങ്കിൽ കരഞ്ഞതിന് മറുപടി തരുന്നവനാ. നീ കരഞ്ഞിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ചിലപ്പോൾ ആശുപത്രി കിടക്കയിൽ കിടന്നായിരിക്കും നീ കരയുന്നേ. അതിനകത്ത് നീ നിലവിളിച്ചിട്ടുണ്ടെങ്കിൽ, റതലക്ഷാര, നിന്റെ നിലവിളി കേൾക്കുന്നവനാ. നിന്റെ കണ്ണുനീരിന് മറുപടി തരുന്നവനാ. നിന്റെ എത്രത്തോളം കരഞ്ഞോ അതിനെ അളന്ന് തുരുത്തിയിലാക്കി അതിന് മറുപടി തന്നിട്ടല്ലാതെ നിന്നെ വിടുകയില്ല. ഏറ്റെടുത്തോ, മറുപടി തന്നിട്ടല്ലാതെ. ഹല്ലേലൂയ. അതാ വചനം പറയുന്നേ, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, യോബിൻ്റെ അവസ്ഥ നമുക്ക് വന്നാൽ നമ്മൾ പോയി ചത്ത് കളഞ്ഞേനെ. ഹല്ലേലൂയ. എല്ലാം ഉണ്ടായിരുന്നു, സമ്പത്ത് കൊണ്ട് വലിയവൻ. ഹല്ലേലൂയ. ദേശത്തിൽ പേരുള്ളവൻ. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, ആ അയ്യോബിൻ്റെ മുൻപിൽ മറ്റുള്ളവർ പോകുമ്പോൾ ആ അയ്യോബിൻ്റെ മുൻപിൽ അവർ കുമ്പിടാതിരിക്കോ? അത്രത്തോളം വലിയവനാ. ഹല്ലേലൂയ. ഒരു കുഷ്ഠം ബാധിച്ചവനെ പോലെ. പരിക്കൾ ബാധിക്കുന്നതിൻ്റെ അവസ്ഥ എന്താ? ശരീരവ്രണങ്ങൾ കൊണ്ട് മുറിയുന്നതിൻ്റെ അവസ്ഥ എന്താ? പിന്നെ അവൻ ആരും അടുപ്പിക്കത്തില്ല. തൊട്ട് ചേർന്നിരുന്നവർ പോലും മാറിയിരിക്കുന്നൊരവസ്ഥ. കയ്യിലുണ്ടായിരുന്ന സമ്പത്തൊക്കെ നഷ്ടപ്പെട്ടു. 6 ലക്ഷം ആ അവസ്ഥയിൽ നിന്നും പുറത്ത് കൊണ്ടുവന്നവനാ. ഹല്ലേലൂയ. അതാ വചനം പറയുന്നേ, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഹല്ലേലൂയ. പിശാച് തള്ളത്തേ ഉള്ളൂ, അവനെ കൊല്ലാൻ കഴിയുകയില്ല.
അവന് തള്ളിയിടാൻ മാത്രമേ പറ്റത്തുള്ളൂ. അവന് നമ്മെ നശിപ്പിക്കാൻ കഴിയുക. അതെ പ്രിയരെ, നമ്മൾ സ്തുതിക്കുക മാത്രം ചെയ്താൽ മതി. ശക്തി അവൻ പകർന്നോളും. നീ പിന്നത്തേലോർത്ത് ഭയപ്പെടണ്ട. നീ നാവ് കൊണ്ട് സ്തുതിച്ചു കൊണ്ടേയിരിക്കുക. നിന്റെ ഉള്ളം കൊണ്ട് സ്തുതിച്ചു കൊണ്ടേയിരിക്കുക. പിശാചിന് തള്ളാൻ മാത്രമേ കഴിയുകയുള്ളൂ, കൊല്ലാൻ കഴിയുകയില്ല. നിന്നെ ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ, നിന്നെ എൻ്റെ അപ്പൻ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അവൻ നിന്നെ തള്ളുവാൻ തുടങ്ങും. തിരഞ്ഞെടുത്തവനെയാ പിശാച് ഉപദ്രവിക്കാൻ തുടങ്ങുന്നേ. എങ്കിൽ നിന്ന് ചിന്തിച്ചോ, തിരഞ്ഞെടുപ്പുണ്ടെങ്കിൽ ഹല്ലേലൂയ, ആ വേദനയിൽ നിന്ന് നിനക്ക് പുറത്തു വരുവാൻ തന്നെ കഴിയും. പ്രിയരെ, നമുക്കൊരു നിമിഷം തലകളെ വണക്കാം കേൾപ്പിച്ച വചനങ്ങൾക്ക് മുൻപിൽ. ഹല്ലേലൂയ. കർത്താവേ, എന്നോട് സംസാരിച്ചു. യേശുവേ, അങ്ങ് എന്നോട് ഇടപെട്ടു. അപ്പാ, ഞാൻ അങ്ങനെ ഉറച്ചു വിശ്വസിക്കുന്നു. കഷ്ടതയാണേലും ദാരിദ്ര്യമാണേലും ഇല്ലായ്മ വന്നാലും എൻ്റെ കയ്യിലുള്ള സകലവും നഷ്ടപ്പെട്ടാലും യേശുവേ, ഞാൻ അങ്ങോടൊപ്പം ചേർന്ന് നിൽക്കുന്നു. പിശാച് ഇടറി വീഴ്ത്തുവാൻ, അവൻ യേശുവേ തള്ളിടുവാൻ ശ്രമിക്കുമ്പോഴും എൻ്റെ യേശു എനിക്ക് വേണ്ടി ഒരു അനുഗ്രഹം നൽകിയിട്ടുണ്ട്. എൻ്റെ യേശു എന്നെ കണ്ടിട്ടുണ്ട്. ഇന്നത്തെ കഷ്ടത നാളത്തെ എൻ്റെ അനുഗ്രഹമായി തീരും. ഇന്നത്തെ എൻ്റെ വേദന നാളത്തെ എൻ്റെ അനുഗ്രഹമായി തീരും. അവൻ യേശുവേ, പ്രിയജനത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പ, അടിയനെ തിരികെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഇത്രത്തോളം ബലപ്പെടുത്തിയതിനായ സ്തോത്രം, ഇത്രത്തോളം നിർത്തിയതിനായ സ്തോത്രം. രക്തത്താലും വചനത്താലും ഇവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. യേശുവിൻ നാമം തന്നെ ആമേൻ. യേശുവേ, വേഗം വരണമേ. പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.